ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്നവരുടെ ഒരു വലിയൊരു കൺഫ്യൂഷനാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വളവിലും ഹമ്പിലും കയറ്റങ്ങളിലും ചെറിയ ജംഗ്ഷനിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഏത് ഗിയറാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ റോഡിൽ വണ്ടി ഓടിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹമ്പിലും വളവിലും കയറ്റങ്ങളിലും ചെറിയ ജംഗ്ഷനിലൂടെയൊക്കെ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഓടിക്കുന്ന സമയത്ത് ഞാൻ ഏത് ഒക്കെ ഗിയറുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ടും നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും നമുക്കിനി വണ്ടി ഓടിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു വളവാണ്, എന്നാൽ ചെറിയൊരു കയറ്റമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ചെറിയ കയറ്റം എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു കയറ്റമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വളവുണ്ട്, ചെറിയ കയറ്റമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോകാൻ കഴിയുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലാണ്. സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കയറ്റം കയറാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, മുന്നിലായിട്ടൊരു ലോറി പോകുന്നത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഇടാൻ ശ്രമിച്ചാലും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വാഹനം സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയില്ല. കാരണം മുന്നിലൊരു വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കയറ്റത്തോടു കൂടിയ ചെറിയ വളവിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഞാനിങ്ങനെ വാഹനമായിട്ട് വരുന്നു. വീണ്ടും ഞാൻ വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ആക്കുകയാണ്. ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി. ഇനി നമുക്ക് ക്ലച്ച് ഔട്ടിട്ട് മെല്ലെ സെക്കൻഡ് ഗിയർ കൊടുക്കാം. ഞാനിതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഓക്കെ, ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ഇപ്പോൾ ഞാൻ വാഹനം ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കയറ്റത്തോട് കൂടിയ ചെറിയ വളവൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് മാക്സിമം ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ കയറ്റത്തോട് കൂടിയ ഒരു വളവ് എന്ന് പറയുന്നത് ഒരുപാട് വളവല്ല, ചെറിയൊരു വളവുമാണ്. എന്നാൽ കയറ്റത്തിൻ്റെ അളവ് കുറവാണ്. നമുക്കൊരു സെക്കൻഡ് ഗിയറിലൊക്കെ പോകാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ കയറ്റങ്ങളാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലും വളരെ ഈസി ആയിട്ട് തന്നെ ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് വാഹനം കയറി പോകുന്നത്. ചെറിയൊരു കയറ്റമായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡ് ഗിയറിൽ വാഹനം പോകാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഗിയറാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് കയറ്റത്തോടു കൂടിയ ഒരു ജംഗ്ഷനാണ്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. കാരണം ഇത് കയറ്റത്തോടു കൂടിയ ഒരു ജംഗ്ഷനാണ്. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലും വാഹനം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും വണ്ടി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഇവിടെ ഒരു ടേൺ എടുത്തത്. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ വീണ്ടും റൈറ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം സ്ട്രെയിറ്റ് ഒരുപാട് വാഹനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാനിത് വാഹനങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. ഇത്തരത്തിലുള്ള ഒരു തിരക്കുള്ള റോഡിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ നമ്മളിവിടെ ടേൺ എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ ടേൺ എടുത്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ കയറി. ഓക്കെ, വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വളവാണ്, ചെറിയൊരു വളവാണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വാഹനമായിട്ട് പോകാം. സെക്കൻഡ് ഗിയറിലാണ് ഞാൻ ഈ ഒരു വളവ് ടേൺ എടുക്കുന്നത്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷമാണ് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് തേർഡ് ഗിയർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വാഹനം അങ്ങോട്ട് കയറി വന്നു. അതിനുശേഷം സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു. ചെറിയൊരു വളവിലായതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ട് കഴിഞ്ഞു. അവിടെ നമുക്ക് മറ്റൊരു ഗിയർ, അതായത് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചെറിയ വളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം തിരിയാൻ കഴിയുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേങ്കിൽ ഒരു കുത്തനെയുള്ള ഒരു കയറ്റത്തോടു കൂടിയ ഒരു വളവാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും ഞാനിത് ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഇറക്കത്തോടു കൂടി ഒരു വളവാണ് വരുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഫോർത്തിലാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് തേർഡ് കൊടുത്തിട്ട് ഈ ഒരു വളവ് തിരികുകയാണ്. നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? അപ്പോൾ ഒരു ഇറക്കത്തോടു കൂടിയ ഒരു വളവിലാണ് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് വീതിയുള്ള റോഡ് ഇത്തരത്തിലുള്ള റോഡാണെങ്കിൽ നമുക്ക് ഫോർത്തിന് പകരം തേർഡ് ഇട്ടിട്ട് ടേൺ എടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ തേർഡ് ഇട്ട് ടേൺ എടുത്തതിൻ്റെ കാര്യം കുറച്ചും കൂടെ ഒരു ഗിയറിൻ്റെ പിടുത്തം നമുക്ക് കിട്ടും. ഫോർത്തിലാണെങ്കിലും നമുക്ക് ടേൺ എടുക്കാം, പക്ഷെങ്കിൽ അത് കുറച്ച് അപകടം ആണ്. അതിലും നല്ലത് നമുക്ക് തേർഡ് ഗിയർ ഇട്ട് ടേൺ എടുക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ വാഹനം വരികയാണ്. ഇത് ഇവിടെ
ചെറിയൊരു വളവുണ്ട്, കണ്ടില്ലേ? ഈ ഒരു വളവ് നമുക്ക് തേർഡ് ഗിയറിൽ ടേൺ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചെറിയ വളവാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. വീണ്ടും ഇതേ വാഹനം മുന്നിലേക്ക് ചെറിയൊരു കയറ്റത്തേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെയും ഞാൻ തേർഡ് ഗിയറിൽ തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ ഒരു കയറ്റം ചെറിയൊരു കയറ്റമാണ്. തേർഡ് ഗിയറിൽ വാഹനം കയറി പോകുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ്. നിങ്ങൾ നോക്കുക, അതായത് നിരപ്പിലേക്ക് വാഹനം വരുന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വളവുണ്ട്, നല്ലൊരു വളവാണ്. ഇതേ ഈ ഒരു വളവ് ഞാനിത് ജസ്റ്റ് തേർഡ് ഗിയറിലാണ് വാഹനമായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിൽ ഈ ഒരു വളവ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇതേ ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ്. വീണ്ടും നിങ്ങൾ മുന്നോട്ട് നോക്കുക, അതെ ഇവിടെ വീണ്ടും ഒരു വളവുണ്ട്. ഇതേ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. ഇറക്കത്തോട് കൂടിയ ഒരു വളവാണ്. അപ്പോൾ അതായത് ഭയങ്കര ഇറക്കമല്ല, ചെറിയൊരു ഇറക്കം. ഇവിടെ ഞാൻ ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട്. ഫോർത്ത് ഗിയറിൽ നമുക്ക് ഈ ഒരു വളവ് തിരിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് റോഡിൽ മാത്രം ഇടുന്ന ഒരു ഗിയർ അല്ല. ആവറേജ് നമുക്കൊരു ചെറിയ ഇറക്കത്തോട് കൂടിയ റോഡുകളിലൊക്കെ നമുക്ക് ഫോർത്ത് ഗിയർ ഇട്ട് പോകാം. നിങ്ങൾ നോക്കുക, ചെറിയ വളമാണ്. ഫോർത്ത് ഗിയറിലാണ് ഞാൻ ഇതേ ഈ ഒരു വളവ് ടേൺ എടുക്കുന്നത്. നിങ്ങൾ നോക്കിയേ, കണ്ടില്ലേ? നിങ്ങൾ നോക്കുക, ഇതേ ഫോർത്ത് ഗിയറിൽ ഞാനിത് ഈ ഒരു വളവ് ഇങ്ങനെ ടേൺ എടുക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ പോയി ഞാൻ ഈ ടേൺ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആവറേജ് സ്ട്രെയിറ്റ് റോഡും ചെറിയ ഇറക്കത്തോട് കൂടിയ വളവുകൾ നമുക്ക് ഫോർത്ത് ഗിയറിലും തിരിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതേ വീണ്ടും ഈ ഒരു വളവ് ഞാനിതേ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ ടേൺ എടുക്കുന്നു. നിങ്ങൾ നോക്കുക, വീണ്ടും ഈ വളവ് ഇറക്കത്തോട് കൂടിയ വളവാണ്. ഇതേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫോർത്ത് ഗിയറിൽ തന്നെയാണ് ടേൺ എടുക്കുന്നത്. മാക്സിമം വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. വണ്ടി പതിയാണ് പോകുന്നത്. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഓവർടേക്ക് ചെയ്തു പോകാൻ കഴിയുന്നുണ്ട്. ഇറക്കത്തോട് കൂടിയൊരു റോഡാണ്. നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ഇപ്പോൾ വണ്ടി ബാക്കിൽ നിന്നൊരു വണ്ടി വന്നു. ദേ ഫോർത്ത് ഗിയറിൽ തന്നെ ഞാനിങ്ങനെ പോകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം തുടങ്ങുകയാണ്. നിങ്ങൾ നോക്കുകയും ചെറിയൊരു കയറ്റമാണ്, വളവാണ്. ഈ ഒരു ഗിയറിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വളവ് എടുക്കുന്നത്. അപ്പോൾ ആവറേജ് ഒരു സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഫോർത്ത് ഗിയറിൽ തന്നെ ഈ ഒരു വളവ് എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു നല്ലൊരു വളവിലേക്കാണ് ഇപ്പോൾ നമ്മൾ വാഹനവുമായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് ചെല്ലുന്ന സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ റോഡൊക്കെ ഒരുപാട് വാഹനം ഓടിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് എനിക്ക് വഴി അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വളവിലെത്തുന്ന സമയത്ത് എനിക്ക് ഗിയർ ഡൗൺ ചെയ്ത് തേടിട്ട് കൊടുക്കണം. കാരണം ഒരു വളവാണ്, ചെറിയൊരു കയറ്റവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് ഗിയർ ഇട്ടാലേ ആ ഒരു വളവ് തിരിയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ചെറിയ കയറ്റത്തോടു കൂടിയ ഒരു വളവിലേക്ക് നമ്മൾ വരുമ്പോൾ, ആവറേജ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വളവുകൾ ജസ്റ്റ് തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇത് ഇവിടെ കണ്ടില്ലേ? നിങ്ങൾ മുന്നിലായിട്ട് നോക്കുക, ഒരു വളവ്. ഞാനിത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ച് നയിക്കുന്നു. അപ്പോൾ തേർഡ് ഗിയറിൻ്റെ പിടുത്തം വന്നു. ഈ ഒരു വളവ് ഞാനിത് ഇങ്ങനെ ടേൺ എടുക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വളവ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വളവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വളവുകളിൽ നമ്മൾ ഏത് ഗിയർ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ പോകുന്ന റോഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇനി നിങ്ങൾ എപ്പോഴും ഒരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എസ് ടൈപ്പ് ഒരു വളവ് നമുക്ക് കയറണം, നല്ല വളവാണ്. അത്തരത്തിലുള്ള വളവുകളൊക്കെ നമുക്ക് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ഗിയറെ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ആവറേജ് സ്ട്രെയിറ്റ് റോഡും ചെറിയ ഇറക്കങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ കയറ്റങ്ങളോട് കൂടിയ ഒരു വളവൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് ജസ്റ്റ് തേർഡിനും ഫോർത്തിലും ഒക്കെ ആയിട്ട് വാഹനം ഓടിച്ച് നമുക്ക് തീർച്ചയായിട്ടും ശീലിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ നോക്കുക, ഇതിപ്പം ഹൈ റേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് വളവും തിരിവുകളും ഉണ്ട്. ഞാൻ ഇപ്പോഴും തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, എനിക്കിത് ഫോർത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, കണ്ടില്ലേ? ഫോർത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു വളവ് ഞാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ വളവുകളിൽ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ നമുക്ക് ഏത് ഗിയർ സെലക്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. തിരക്കില്ലാത്ത ഒരു ജംഗ്ഷനിലാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഫോർത്തിൽ വരികയാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത്. ഇത് ഞാൻ തേർഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇതേ ഒരു ജംഗ്ഷൻ വന്നു. ഇവിടെ വലിയ തിരക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് ഞാൻ മെല്ലെ സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഇതേ മെല്ലെ റൈറ്റ് സൈഡിൽ നോക്കുന്നു, വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല. ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനിങ്ങനെ നോക്കി, ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വണ്ടി സ്ലോ ചെയ്യാതെ തന്നെ സെക്കൻഡ് ഗിയറിൽ ഈ ഒരു ജംഗ്ഷനിൽ ടേൺ എടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ തിരക്കില്ലാത്ത ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മുടെ വാഹനം വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ജംഗ്ഷനിൽ നമുക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം എടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മളൊരു തിരക്കുള്ള ജംഗ്ഷനിലേക്കാണ് നമ്മുടെ വാഹനം വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടും നമ്മുടെ വാഹനം നിർത്തി റോഡിൻ്റെ ഇരു സൈഡിൽ നിന്ന്, അതായത് ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് റോഡിൻ്റെ ഇരു സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടേൺ എടുക്കാൻ പാടുള്ളൂ. ഇതൊരു ജംഗ്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത്,
ഒരു ഹമ്പിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം? ഓക്കെ, ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ 4th ഗിയറിൽ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, മുന്നിലായിട്ടൊരു ഹമ്പ് കാണുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഹമ്പില്ല, എന്നാലും നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഞാനിങ്ങനെ പോകുന്നു, മുന്നിലായിട്ടൊരു ഹമ്പ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത്, 4th സ്ട്രെയിറ്റ് റോഡിലാണ് ഒരു ഹമ്പ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഗിയർ ഡൗൺ ചെയ്ത് 3rd ഗിയർ കൊടുക്കുക. ഹമ്പിന് മുന്നേ, ഇവിടെ ഹമ്പ് ഉണ്ടെങ്കിൽ ഹമ്പിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഹമ്പ് കയറുമ്പോഴത്തേന് ആ ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 3rd ഗിയറിൽ ആ ഹമ്പ് കയറാൻ കഴിയും. കയറി ഇറങ്ങിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. അതായത് 3rd ഗിയറിൽ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട്. കാരണം ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ പോകുന്ന സമയത്ത് മുന്നിലൊരു ഹമ്പ് കാണുന്നു, നമ്മുടെ വാഹനം ഒരു 4th ഗിയറിൽ ആവറേജ് സ്പീഡിൽ പോകുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3rd ഗിയർ കൊടുത്ത് ബ്രേക്കിലേക്കും കൂടെ വരിക. അപ്പോൾ 3rd ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ വരുമ്പോൾ ആ ഹമ്പിനോട് അടുത്ത് വരുമ്പോൾ വണ്ടി മെല്ലെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹമ്പെന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഒട്ടുമിക്ക റോഡുകളിലുള്ള ഇപ്പോൾ ഉള്ള ഹമ്പുകൾ ഭയങ്കര വലിപ്പമുള്ള ഹമ്പുകളല്ല, ചെറിയ ഹമ്പുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് 3rd ഗിയറിലും ഹമ്പ് ഇറങ്ങി പോകാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ 3rd ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ 4th കൊടുത്തു. നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ മുന്നിലായിട്ട് നല്ല വലിപ്പമുള്ളൊരു ഹമ്പ് കാണുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും സ്കൂളിൻ്റെ പരിസരങ്ങളിലുള്ള ഹമ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല വലിപ്പമുള്ള ഹമ്പുകളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ 4th വരുന്നതെങ്കിൽ ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3rd ഗിയർ കൊടുത്ത് വണ്ടി സ്ലോ ആക്കുക. മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു ഹമ്പാണെങ്കിൽ വീണ്ടും നിങ്ങൾ മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് 2nd ഗിയർ കൊടുത്തിട്ട് മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് തന്നെ ആ ഹമ്പ് കയറി പതുക്കെ ഇറങ്ങുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലേഷൻ കൊടുത്ത് വാഹനം മൂവ് ആകുക. അപ്പം നല്ല രീതിയിലുള്ള ഒരു ഹമ്പാണെങ്കിൽ നിങ്ങൾ 2nd ഗിയറിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു പോയിന്റും കൂടെ പറയാം. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നു, ഹമ്പ് വലിപ്പമാണ്, നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നു, മുന്നിൽ മറ്റൊരു വാഹനം പോകുന്നു, മുന്നിൽ പോകുന്ന വാഹനം വളരെയധികം സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു, ഒരു ട്രാഫിക് വരുന്നു. അപ്പോൾ ട്രാഫിക്കോട് കൂടിയ ചില സാഹചര്യങ്ങളിലുള്ള ഒരു ഹമ്പിലേക്കാണ് നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4th വരുന്നതെങ്കിൽ വണ്ടിയുടെ വേഗത നമ്മൾ 3rd വന്ന് കുറയ്ക്കുന്നു, 2nd ഗിയറിലേക്ക് വന്ന് വേഗത നമ്മൾ ഇങ്ങനെ കുറയ്ക്കുന്നു. മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹമ്പ് വന്നു, നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 1st ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് നയിച്ച് മെല്ലെ നമ്മൾ ആ ഒരു ഹമ്പ് കയറി ഇറങ്ങുക. അതിനുശേഷം വീണ്ടും ആക്സിലേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ റോഡ് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ആ റോഡിലുള്ള തിരക്കുകൾ മനസ്സിലാക്കി ഒക്കെ ആയിരിക്കണം നമ്മളൊരു ഹമ്പിലും വളവിലും ജംഗ്ഷനിലും ഒരു ഗിയർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഞാൻ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ ഒരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ചാനലിലും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോകൾ കയറി കാണുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.